എന്ന് സ്വന്തം പല്ലവി. രചന ലില്ലി. അതിന് ഈ സൂരജ് ഒരു ജന്മം കൂടി ജനിക്കണം. നിന്റെ ആട്ടത്തിനൊത്ത് തുള്ളുന്ന രാജഗോപൻ എന്ന നിന്റെ തന്തയല്ല ഞാൻ, ഓർത്തോ. വെറുപ്പോടെ അവൻ മുഖം തിരിച്ചു. ഈ ജന്മം സൂരജ് മാധവ് എന്ന നിങ്ങൾ ഈ യമുനയുടേതു മാത്രമായിരിക്കും. അടുത്ത നിമിഷം ഭ്രാന്തമായൊരു ആവേശത്തോടെ യമുന അവനെ പുണരുകയും അവൻ്റെ കഴുത്തിലേക്ക് അവളുടെ അധരം പതിപ്പിക്കുകയും ചെയ്തു. അറപ്പോടെ അവളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവളുടെ കവിളിലേക്ക് അവൻ ആഞ്ഞടിച്ചു. എനിക്കൊരു കൈ അകലെ നിൽക്കണം നീ, എൻ്റെ അടി കൊണ്ട് ചാകണ്ട എങ്കിൽ. മൂത്ത് നിൽക്കുന്നേൽ പോയി. പറഞ്ഞു മുഴുവിക്കാതെ ദേഷ്യത്താൽ പല്ലു ഞെരിച്ചുകൊണ്ടവൻ റൂമിൻ്റെ വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് പോയി. ചുണ്ടിൽ ഉന്മാദത്തിൻ്റെ നിറച്ചിരിയോടെ യമുന അവിടെ തറഞ്ഞു നിന്നു. നിന്റെ കൈകൊണ്ട് അടി കൊള്ളുന്നതും ചാകുന്നതുമൊക്കെ എനിക്കൊരു ഹരമാണ് സൂരജ്, ഏത് ലഹരിക്കും തരാനാകാത്ത ഉന്മാദം പോലെ. അവൻ്റെ മർദ്ദനമേറ്റ് ചുവന്ന കവിളിൽ തഴുകിയ തൻ്റെ വിരലുകളെ അവൾ നാസികയിൽ ചേർത്ത് ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് മന്ത്രിച്ചു. മത്തു പിടിപ്പിക്കുന്ന ആ പുരുഷഗന്ധത്തിൽ അവൾ മതിമറന്നു. ചെറുപ്പത്തിലെ പറഞ്ഞു വെച്ചതായിരുന്നു സൂരജിൻ്റെയും യമുനയുടെയും വിവാഹം. എന്നാൽ സൂരജിന് അവളെ അത്തരത്തിൽ കാണാനോ അവളെ പോലൊരു പെണ്ണിനെ സ്വീകരിക്കാനോ ഈ ജന്മം സാധിക്കുമായിരുന്നില്ല എന്നത് ആ ഉറപ്പിൻ്റെ അടിവേരുകൾ ഇളക്കി തുടങ്ങി. അവൻ്റെ സങ്കല്പത്തിലെ പാതി എന്നാൽ തൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്ന, തന്നെ അനുസരിക്കുന്ന, തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരമ്മയുടെ വാത്സല്യവും കരുതലും തരുന്ന, സുഹൃത്തിനെ പോലെ എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരുവൾ. എന്നാൽ ഇങ്ങനെ ഒരാൾ ഈ ലോകത്ത് തന്നെ ഇല്ല എന്നവൻ്റെ തെറ്റിദ്ധാരണയെ ഉടച്ചു വാർത്തുകൊണ്ട് അങ്ങ് ദൂരെ തൻ്റെ ആഗ്രഹങ്ങൾക്ക് ഇണങ്ങിയ നിഷ്കളങ്കയായൊരു പാവം പെണ്ണ് കാത്തിരിക്കുന്നു എന്നവൻ അറിഞ്ഞിരുന്നില്ല. പതിവ് പോലെ അടുത്ത ദിവസവും ഓടിക്കിതച്ചായിരുന്നു പല്ലവി കോളേജിലേക്കെത്തിയത്. കാർ പാർക്ക് ചെയ്ത് വരാന്തയിലേക്ക് നടന്നു കയറുന്ന സൂരജിനെ മിന്നായം പോലെ കണ്ടപ്പോൾ ലേറ്റായി ക്ലാസ്സിൽ കയറാൻ തടിമിടുക്കുള്ള ഒരുത്തനും കൂടെ ഉണ്ടല്ലോ എന്ന് ആശ്വാസത്തോടെ ചിരിച്ചുകൊണ്ടവൾ അവനൊപ്പം എത്താനായി വേഗത്തിൽ നടന്നു. നടക്കുന്നതിനിടയിലും ചുരിദാറിൻ്റെ ഷാൾ മുന്നിലേക്ക് ഒന്നുകൂടി വിരിച്ചിട്ട് മുടി ഒതുക്കി വെച്ച് എല്ലാം കൃത്യമാണെന്നവൾ ഉറപ്പുവരുത്തി. ഇന്നലകളെ ആവർത്തിക്കാതെ ശ്രദ്ധിക്കണമല്ലോ. കിതച്ചുകൊണ്ട് ക്ലാസിൻ്റെ അടുത്തെത്തിയതും സൂരജിനെ കാണാനില്ല. ഹേ, ഇതെന്ത് അപ്രത്യക്ഷമായോ? ഇനി ഒറ്റയ്ക്ക് പോക തന്നെ, അവൾ നിശ്വസിച്ചു. ക്ലാസ്സിലേക്ക് കയറാൻ അനുവാദം ചോദിക്കും മുന്നേ അവളെ കണ്ട അനുരാധ ടീച്ചറുടെ മുഖം ചുളിയുന്നതും വാച്ചിലേക്ക് നോക്കുന്നതും കണ്ടപ്പോൾ പണി പാളി എന്നവൾക്ക് തോന്നി. തലയുയർത്തി വീണ്ടും നോക്കിയപ്പോൾ ആ പഴയ ഭാവം മാറിയതും ഗെറ്റിൻ എന്നു പറഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഇതെന്ത് സംഭവിച്ചു എന്ന് ഓർത്തുകൊണ്ടവൾ ക്ലാസ്സിലേക്ക് കയറവേ പിറകെ വരുന്ന ആരിലേക്കോ എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നതവൾ അറിഞ്ഞു. തിരിഞ്ഞു നോക്കവേ തന്നെ മറികടന്ന് സീറ്റിലേക്ക് ഇരിക്കാൻ പോകുന്ന സൂരജിനെ കണ്ടവൾ അന്തിച്ചു നിന്നു. ആശാൻ എൻ്റെ പിറകിലുണ്ടായിരുന്നോ? എന്തായാലും രക്ഷപ്പെട്ടു എന്ന് ചിന്തിച്ച് ബെഞ്ചിൻ്റെ അറ്റത്തേക്ക് ഇരുന്നപ്പോൾ സൂരജ് അവളെ ശ്രദ്ധിക്കുന്നത് കണ്ടവൾ ഊറിച്ചിരിച്ചു. അടുത്തടുത്ത പീരീഡുകളിൽ എല്ലാം നല്ല രീതിയിൽ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു. അധ്യാപകർ പലരും ആൺകുട്ടികളുടെ സൈഡിലെ അവസാനത്തെ ബെഞ്ചിൽ രണ്ടറ്റത്തായി ഇരിക്കുന്ന പല്ലവിയെയും സൂരജിനെയും അതിശയത്തോടെ നോക്കിയപ്പോൾ ചില പെൺകുട്ടികളിൽ ഹാൻസം ഹോട്ട് സൂരജിനടുത്തിരിക്കുന്ന പല്ലവിയെ കണ്ട് അസൂയ പൊടിയുന്നുണ്ടായിരുന്നു. എന്നാൽ സൂരജിലെ കൂസലില്ലായ്മ പല്ലവിയിൽ കൂടുതൽ ധൈര്യം പകർന്നു. ആ അവസ്ഥയെ ആരും ചോദ്യം ചെയ്യുകയോ പല്ലവിക്ക് വേണ്ടി മറ്റൊരു ഇരിപ്പിടം നിർദ്ദേശിക്കുവാനോ ആരും മുതിർന്നില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ടൈമിൽ സൂരജ് പതിവ് പോലെ പുറത്തേക്ക് പോയി. പല്ലവി തൻ്റെ പാത്രം തുറന്ന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചു. ക്ലാസ്സിലുള്ള മറ്റാൺകുട്ടികളുമായൊന്നും യാതൊരു സൗഹൃദവും സൂരജിനില്ലല്ലോ എന്നതിൽ പല്ലവിക്ക് അതിശയം തോന്നി. കഴിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഒരുവിധം എല്ലാവരെയും പല്ലവി പരിചയപ്പെട്ടു. കൂടുതൽ സംസാരത്തിനോ സൗഹൃദത്തിനോ മുതിരാതെ തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോകുന്ന പ്രകൃതക്കാരി ആയിരുന്നു പല്ലവി. തന്നിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അപകർഷതാബോധം പാടെ ഉന്മൂലനം ചെയ്യാൻ അവൾ തയ്യാറായില്ല. ഏതോ നിശബ്ദതയുടെ തുരത്തിൽ ഏകയായി പോയ അവസ്ഥയായിരുന്നു പല്ലവിക്ക്. ചമയങ്ങളും മോഡേൺ വസ്ത്രങ്ങളുമിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്ന പെൺകുട്ടികൾക്കിടയിൽ പല്ലവി തീർത്തും വ്യത്യസ്തയായിരുന്നു. ശാലീന സൗന്ദര്യം ആവാഹിച്ചെടുത്ത നിഷ്കളങ്കമായ മുഖവുമായി കൊലുന്നനെയുള്ളൊരു പെൺകുട്ടി. കൂട്ടുപിരികങ്ങൾക്ക് താഴെയുള്ള കട്ടിയാർന്ന കൺപീലികൾക്കുള്ളിൽ പരൽമീനുകളെപ്പോലെ പിടിയുന്ന ഉണ്ടക്കണ്ണുകളും മുതുകു മറച്ച് വിടർത്തിയിട്ട നീളൻ മുടിയിഴകളും.
ഏതൊരാളും ഒറ്റ നോട്ടത്തിൽ ആകർഷിക്കപ്പെടുന്നതായിരുന്നു അവളുടെ നോട്ടവും ചേഷ്ടകളുമൊക്കെ. ക്ലാസ്സിലേക്ക് ഇരിച്ചു കയറി വന്ന ഒരു കൂട്ടം ആണും പെണ്ണുമായുള്ള സീനിയർ വിദ്യാർത്ഥികളെ കണ്ട് പല്ലവി തെല്ലൊന്ന് പകച്ചു. റാഗിംഗ് എന്ന വിപത്തിൽപ്പെട്ട് ഇനിയും മറ്റുള്ളവർക്ക് മുന്നിൽ താൻ പ്രതിരോധിക്കാൻ കഴിയാത്തൊരു പരിഹാസപാത്രമായി മാറുമോ എന്നവൾ ഭയന്നു. ചിലരോടൊക്കെ പേര് ചോദിക്കുകയും കളിയാക്കുകയും പാട്ട് പാടിപ്പിക്കുകയും ദോശ ചുടിക്കുകയും ബൈക്കും സൈക്കിളും ഓടിപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്നു. പുരാതന ക്ലീഷേ റാഗിംഗ് പാരമ്പര്യം കൈവിടാതെ ഇന്നും മുറുക്കി പിടിച്ചിരിക്കുന്ന പുത്തൻ തലമുറയെയും ആ കുത്തിനൊത്ത് കോപ്രായം കാട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ക്ലാസ്സിലെ ജാടക്കൂട്ടങ്ങളെയും കണ്ട് പല്ലവിയിൽ ചിരി. നിശബ്ദത നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ അവളിൽ പൊട്ടിപ്പുറപ്പെടുന്ന പുഞ്ചിരി പൊട്ടിച്ചിരി പോലെ അല്പം ഉച്ചത്തിൽ കേട്ടതും എല്ലാവരും ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തികളിൽ നിന്നും മുക്തരായി പല്ലവിയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആഹാ, ഇങ്ങനെ ഒരാൾ ഈ മൂലയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നുവോ എന്ന ഭാവനെ ഒരു സീനിയർ ചേച്ചി പല്ലവിക്കരികിലേക്ക് വന്നതും, എന്താടി നിനക്കിത്ര ചിരി പൊട്ടുന്നത് എന്ന ഭാവത്തോടെ ദേഷ്യത്തിൽ അവളെ നോക്കി. പല്ലവി ആകെ ചൂളിപ്പോയി. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണ പോലെയായി പിന്നെ നടന്നതൊക്കെ. എന്താടി ഇത്ര ചിരിക്കാൻ? ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ ആടുന്നുണ്ടോ? ഒരു മയവുമില്ലാത്ത ചോദ്യത്തിനു മുന്നിൽ പതറി അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. പുതിയ ഇരയെ കിട്ടിയ ഭാവേനെ ബാക്കിയുള്ളവരെല്ലാം അവൾക്ക് നേരെ തിരിഞ്ഞു. ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഉച്ചയോടെ അത് പറഞ്ഞ ശേഷം അവളെ ക്ലാസ്സിലെ മുന്നിൽ എല്ലാവരും കാണുന്ന രീതിയിൽ കൊണ്ടു നിർത്തി. എന്താ മോളെ, നിനക്ക് ഞങ്ങൾ സീനിയർ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒന്നൊരു ബഹുമാനമില്ലാത്ത പോലെ വഷളൻ നോട്ടത്തോടെ ഒരുത്തൻ അവളുടെ അഴകളവുകൾ തിട്ടപ്പെടുത്തും പോലെ ആകെയൊന്ന് ഒഴിഞ്ഞു നോക്കി. പരിഭ്രമത്തോടെ ചുറ്റിനും നോക്കിക്കൊണ്ട് ചിരിക്കാൻ തോന്നിയ സന്ദർഭത്തെ അവൾ സ്വയം ശപിച്ചു. വിട്ടേക്കട പ്രദീപേ, ഒരു മയത്തിലൊക്കെ മതി. വാതിലിൻ്റെ വശത്തു നിന്നുമുള്ള പരുഷമായൊരു ശബ്ദം എല്ലാവരുടെയും ശ്രദ്ധ തിരിപ്പിച്ചു. അല്ലടാ സിദ്ധു, ഇവൾക്കൊരു എല്ല് കൂടുതലാ, ഒന്ന് ഊരിയെടുക്കണം. ചേച്ചിക്ക് ചിരിപൊട്ടലിൻ്റെ അസ്കിതയാണെന്ന്. സീനിയറായ ശാലിനി എന്ന പെൺകുട്ടി ചിരിയോടെ സിദ്ധുവിനെ നോക്കി. കോളേജ് ചെയർമാനായ സിദ്ധാർത്ഥായിരുന്നു അത്. സരസനും സുമുഖനും വിദ്യാർത്ഥികളുടെ കണ്ണിലുണ്ണിയുമായ സിദ്ധാർത്ഥ് ശങ്കർ തീപ്പൊരി പ്രസംഗികനായ നേതാവ് കൂടിയാണ്. മുഖവും പാർട്ടിയും നോക്കാതെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ചോരത്തിളപ്പുള്ള യുവാവ്. എല്ലാവർക്കും അവനോട് ഒരു തരം ആരാധനയാണ്. റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ അവന് താല്പര്യമില്ലെങ്കിലും ഒരു തമാശയ്ക്ക് ഇതൊക്കെ ഇല്ലാതെ എന്ത് കോളേജ് എന്ന മനോഭാവം ആണ് സിദ്ധുവിൻ്റേത്. പഠിച്ചിറങ്ങുമ്പോൾ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. തലകുനിച്ച് പേടിയോടെ നിൽക്കുന്ന പല്ലവിയെ കണ്ടിട്ട് സിദ്ധാർത്ഥ് അവൾക്കരികിലേക്ക് വന്നു. പല്ലവി തലയുയർത്തി അവനെ നോക്കി. ഇത്രയും ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ചമ്മലും പേടിയും ജാള്യതയും അവളുടെ മുഖത്തുണ്ട് എന്നവന് മനസ്സിലായി. എന്തോ അവളുടെ നിൽപ്പും രൂപവും നിഷ്കളങ്കമാർന്ന കൊച്ചുകുട്ടികളെ പോലെയുള്ള മുഖവും കണ്ട് അവൻ്റെ മനസ്സിൽ അലിവ് തോന്നി. പേടിക്കണ്ടടോ, ഇതൊക്കെ കോളേജ് ലൈഫിൽ രസമല്ലേ. എന്തായാലും ഇവരിത്രയും പറഞ്ഞതല്ലേ. തനിക്ക് പറ്റുന്ന ഏതേലും ഒരു ഐറ്റം ചെയ്തിട്ട് പോയിരുന്നോ. ദേ, ബ്രേക്ക് കഴിയാറായി കേട്ടോ, പെട്ടെന്ന് വേണം. കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് സമയം നോക്കിക്കൊണ്ട് സിദ്ധു ചുറ്റുമുള്ളവരെ നോക്കി. അവർക്കൊന്നും എതിരഭിപ്രായം ഇല്ലായിരുന്നു. അവൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പല്ലവി ഒന്ന് ആശ്വസിച്ചുവെങ്കിലും പിന്നീട് പറഞ്ഞത് കേട്ടപ്പോൾ ഞെട്ടി. മറ്റു സീനിയേഴ്സിൻ്റെ ഭാവം പഴയ പോലെ തന്നെ. പുച്ഛം വാരി വിതറുന്നു. എന്തായാലും ഒന്നും ചെയ്യാതെ ഇവർ വെറുതെ വിടില്ല. ചേട്ടാ, ഞാൻ 2 സ്റ്റെപ്പ് ഡാൻസ് ചെയ്യട്ടെ? പെട്ടെന്ന് ചെറുചിരിയോടെ അവളുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ടതും പലരിലും ഒരു ഞെട്ടൽ പടർന്നു. ചുവട് വെച്ച കാലം മുതൽ നൃത്തം അഭ്യസിച്ച പല്ലവിക്ക് ഇവിടെ നിലനിൽപ്പിനു വേണ്ടി 2 സ്റ്റെപ്പ് കാണിക്കാൻ വൈഷമ്യം എന്തിന്? അവളുടെ ആത്മവിശ്വാസത്തോടെയുള്ള ആ ചോദ്യം കേൾക്കെ അവളൊരു ചെറിയ നർത്തകിയാണെന്ന് തോന്നി സിദ്ധാർത്ഥിന്. ഉടനെ അവൻ തൻ്റെ ഫോണെടുത്ത് യൂട്യൂബ് തുറന്ന് അവൾക്ക് നേരെ നീട്ടി. അവൾ എന്താണെന്നർത്ഥത്തിൽ അവനെ നോക്കിയപ്പോഴേക്കും, പാട്ടില്ലാതെ എന്ത് ഡാൻസാടോ എന്നവൻ്റെ ചോദ്യത്തിനു മുന്നിൽ അവൾ ചമ്മലോടെ മൊബൈൽ വാങ്ങി ഒരു ക്ലാസിക്കൽ ഡാൻസിന് പറ്റിയ ഒരു പാട്ട് സെർച്ച് ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷം നൃത്തം ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ചാഞ്ചാട്ടം മനസ്സിലുണ്ടെങ്കിലും അവൾ സ്വയം ധൈര്യം ആർജിച്ചെടുത്തു. ചെരുപ്പ് ഊരിയിട്ട് ഷാൾ വിടർത്തി ഒരു വശത്തേക്ക് കെട്ടി. ഒരു പ്രൊഫഷണൽ ഡാൻസറെ പോലെ അവൾ തയ്യാറെടുക്കുന്നത് സിദ്ധു നോക്കി നിന്നു. അവളുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പെട്ടെന്ന് പല്ലവിക്ക് കിട്ടിയ അറ്റൻഷനിൽ അസൂയയോടെ നോക്കുന്നുണ്ട്. എന്നാൽ ആൺകുട്ടികളിൽ പലരും ഇവൾ കുളമാക്കി ചളമാക്കുമോ എന്ന ആലോചനയിലാണ്.
സീനിയേഴ്സ്, ഇത് റാഗിംഗ് ആണോ നൃത്ത സംഗമ വേദിയാണോ എന്ന കൺഫ്യൂഷനിൽ പല്ലവിയുടെ പ്രവൃത്തികളിൽ അലിഞ്ഞു നിൽക്കുന്ന സിദ്ധുവിനെ നോക്കി പല്ലിറുമുന്നുണ്ട്. ഘനശ്യാമവൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുളിർപ്പാട്ടിൽ പകർന്നാടും നേരം എന്ന ഗാനത്തിനൊപ്പം പല്ലവി ചുവടുകൾ ചലിപ്പിച്ചു തുടങ്ങി. അസാധ്യ മെയ്വഴക്കത്തോടെ ചുവടുകൾ വയ്ക്കുന്ന പല്ലവിയിലേക്ക് ചുറ്റുമുള്ളവരെല്ലാം അലിഞ്ഞു നിന്നു. അവളുടെ നിരതെറ്റിയ പല്ലുകൾ കാട്ടിയുള്ള ചിരിയും നൃത്തത്തിനൊപ്പം മാറി മറിയുന്ന മുഖഭാവങ്ങളും കൺചിമ്മാതെ എല്ലാവരും നോക്കി നിന്നു. ആ പാവം നാട്ടിൻപുറത്തുകാരി പെണ്ണിൽ നിന്നും ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. പാട്ടിൻ്റെ പല്ലവിയും അനുപല്ലവിയും തീർന്നപ്പോൾ നൃത്തം അവസാനിപ്പിച്ച് കിതപ്പോടെ അവൾ മാറി നിന്നു. നിശബ്ദതയിൽ ആദ്യം ഉയർന്നത് സിദ്ധാർത്ഥിൻ്റെ കയ്യടിയായിരുന്നു. അതിനെ അനുഗമിക്കാനെന്നോണം എല്ലാവരും കരഘോഷം മുഴക്കി. കണ്ണുകൾ അറിയാതെ വാതിലിലേക്ക് തെന്നി മാറിയതും കട്ടളപ്പടിയിൽ ചാരി കൈകൾ മാറിൽ പിണച്ചുകെട്ടി തന്നിലേക്ക് തന്നെ ഇമചിമ്മാതെ നോക്കി നിൽക്കുന്ന സൂരജിനെയാണ് അവൾ കണ്ടത്. അവൾ നോക്കുന്നത് അറിഞ്ഞ് അവൻ മുഖം വെട്ടിച്ച് ക്ലാസ്സിനകത്തേക്ക് കയറി. അഭിനന്ദ പ്രവാഹങ്ങൾക്കൊടുവിൽ ക്ലാസ് റൂം ആളൊഴിഞ്ഞ അമ്പലപ്പറമ്പ് പോലെയായി. എവിടെ നിന്നോ ഒരു ആത്മവിശ്വാസം തന്നെ പൊതിയുന്നതായി പല്ലവി അറിഞ്ഞു. ദിവസങ്ങൾ ഓടിമറഞ്ഞു. ആദ്യത്തെ ഒരാഴ്ച മാറ്റങ്ങളൊന്നുമില്ലാതെ പല്ലവിയുടെ ജീവിതം ഓടിമറഞ്ഞുകൊണ്ടിരുന്നു. കോളേജും പാർട്ട് ടൈം ജോലിയും വീടും പഠനവുമെല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ പെടാപ്പാടുപെടുന്ന പല്ലവിയെ പുറത്തു കാട്ടാതെ അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. എല്ലാം സഹിക്കുക എന്നല്ലാതെ മറ്റു നിവർത്തിയില്ല എന്ന ബോധ്യം അവളിലുണ്ടായിരുന്നു. സൂരജിനോടൊപ്പം അതേ ബെഞ്ചിൽ തുടരുന്ന പല്ലവിയോട് അവൻ്റെ സമീപത്തിന് യാതൊരു മാറ്റവും വന്നില്ല. ഒന്ന് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാതെ അവഗണിക്കുമ്പോൾ എന്തോ അവളുടെ മനസ്സിൽ നോവുണരുന്നത് അവൾ സ്വയം ഒളിപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞിട്ടും അവളുടെ വേഷത്തിലും ഒരുക്കത്തിലും സ്വഭാവത്തിലുമുള്ള വ്യത്യസ്തത കൊണ്ടാണോ അതോ അവൾ ഒരാൺകുട്ടിക്കൊപ്പം ഇരിക്കുന്നത് കൊണ്ടാണോ ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളിൽ ഒരാൾ പോലും പല്ലവിയെ കൂടുതൽ പരിഗണിക്കാതെ മുന്നോട്ടു പോയി. എന്തോ താൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന തോന്നലിൽ അവൾ നീറി. അതുമായി പതിയെ അവളുടെ മനസ്സ് പൊരുത്തപ്പെട്ടു. എങ്കിലും ഒരേ ബെഞ്ചിലെ മറ്റൊരറ്റം പങ്കിടുന്ന പല്ലവിയെ സൂരജൊന്ന് നോക്കുക പോലും ചെയ്യാത്തതിൽ അവൾക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു. അവൻ പല്ലവിയോട് മാത്രമല്ല ക്ലാസ്സിലെ മറ്റെല്ലാവരോടും അതുപോലെ തന്നെയായിരുന്നു. ബ്രേക്ക് ടൈമിൽ പുറത്തേക്ക് പോയാൽ ക്ലാസ് തുടങ്ങുമ്പോൾ മാത്രമേ അവൻ തിരികെ വരുമായിരുന്നുള്ളൂ. ആൺകുട്ടികൾ അടക്കം മറ്റുള്ളവർ അവനോട് സംസാരിക്കാൻ ചെന്നാൽ കൂടി അവരെ മൈൻഡ് ചെയ്യാതെ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറയുന്ന സൂരജിനെ കാണുമ്പോൾ പല്ലവി ഇടയ്ക്കൊക്കെ അന്തിച്ചു നിൽക്കുമായിരുന്നു. ഒരു ദിവസം പല്ലവി കോളേജ് കഴിഞ്ഞ് ബസ്സിറങ്ങി വീട്ടിലേക്ക് വരികയായിരുന്നു. നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള വീതി കൂടിയ മൺപാതയിലൂടെ വേഗത്തിൽ തൻ്റെ ബുള്ളറ്റിൽ ഇരുന്നു പോകുന്ന സൂരജിനെ കണ്ട് പല്ലവി ആശ്ചര്യത്തോടെ ഓരം ചേർന്നു നിന്നു. ഹെൽമെറ്റ് ധരിക്കാത്തതിനാൽ അത് അവൻ തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കുറച്ചു ദൂരം മുന്നോട്ടു പോയെങ്കിലും പെട്ടെന്ന് വേഗത കുറച്ച് തല തിരിച്ച് തന്നെ നോക്കുന്ന സൂരജിനെ കണ്ട് പല്ലവിയുടെ മനസ്സൊന്ന് കുളിർത്തു. അവൾ പുഞ്ചിരിയോടെ കൈ ഉയർത്തി കാട്ടിയതും തിരിച്ചൊരു ചിരി പോലും നൽകാതെ അവൻ വേദം മഠത്തിലേക്കുള്ള വഴിയിലേക്ക് ഓടിച്ചു കയറി. വെറുതെ ഒരു ചിരി പാഴായി എന്നോർത്ത് ദീർഘനിശ്വാസത്തോടെ അവൾ മുന്നോട്ട് നടന്നു. അവൻ എന്തിന് ദേവർ മഠത്തിൽ വന്നു എന്നതും അവിടവുമായി അവൻ എന്ത് ബന്ധമാണുള്ളതെന്നും അവളുടെ മനസ്സിൽ സംശയത്തിൻ്റെ മാറാല നെയ്തു തുടങ്ങി. പ്രായത്തിൻ്റെ ചുളിവുകൾ വീണ ആ കൈവിരലുകൾ സൂരജിൻ്റെ മുടിയിടകളെ തലോടുന്നുണ്ടായിരുന്നു. ദേവർ മഠത്തിൻ്റെ തൻ്റെ മുത്തശ്ശിയെ കാണാൻ എത്തിയതാണവൻ. മരിച്ചുപോയ തൻ്റെ ഇളയ മകൾ ഊർമിളയുടെ തനിപ്പകർപ്പാണ് സൂരജ്. എങ്കിലും അവൻ്റെ അച്ഛൻ്റെ വാശിയും ദേഷ്യവുമാണ് അവനെന്ന് എല്ലാവർക്കും അറിയാം. ഇടയ്ക്കിടെ അവൻ തൻ്റെ മുത്തശ്ശിയെ കാണാൻ ദേവർ മഠത്തിലേക്ക് എത്താറുമുണ്ട്. ഒരമ്മയുടെ സ്നേഹവും തലോടലും ആഗ്രഹിക്കുമ്പോൾ അവൻ തൻ്റെ മുത്തശ്ശി കല്യാണിക്കുട്ടിയുടെ മടിയിൽ ഇതുപോലെ തല ചായ്ക്കും. അമ്മാവന്മാർക്കും അമ്മായിമാർക്കൊക്കെ തൻ്റെ അരുമയായ കുഞ്ഞിപ്പെങ്ങൾ ഊർമിളയുടെ മകനോട് അമിത വാത്സല്യവുമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എഞ്ചിനീയറിംഗ് പഠനവുമായി ബന്ധപ്പെട്ട് അവൻ ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്. അതിനാൽ ദേവർ മഠത്തിലേക്കുള്ള വരവും ചുരുങ്ങി. ഇവിടുന്ന് കോളേജിൽ പോകാനല്ലേ മോനെ നിനക്ക് എളുപ്പം? ഒഴിഞ്ഞു കിടക്കുന്ന നിന്റെ മുറി വൃത്തിയാക്കിയിടാൻ അമ്മാളൂനോട് പറയട്ടെ ഞാൻ? നെറുകയിൽ തലോടിക്കൊണ്ട് മുത്തശ്ശി ചോദിച്ചത് കേട്ട് സൂരജ് കണ്ണു തുറന്നു. ഇപ്പോളേ വേണ്ട മുത്തശ്ശി, അച്ഛൻ ഒറ്റയ്ക്കവിടെ. ഇതേ ചോദ്യം പലതവണ ആവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ മറുപടിക്ക് ഒരു മാറ്റവുമില്ലെന്ന് മുത്തശ്ശി ചിന്തിച്ചു. സാരല്ല,
എൻ്റെ ഉണ്ണിമോള് പോയ വിഷമം മാറുന്നത് നിന്നെ കാണുമ്പോളാ മോനെ. നിറഞ്ഞ കണ്ണുകളോടെ മുത്തശ്ശി അത് പറഞ്ഞതും സൂരജ് എഴുന്നേറ്റിരുന്നു. അമ്മ എന്ന വികാരം അണപൊട്ടിയപ്പോൾ അവൻ്റെ കൺകോണിൽ ഒരിറ്റ് കണ്ണുനീർ പൊടിഞ്ഞു. പറയേണ്ടിയിരുന്നില്ല എന്ന് മുത്തശ്ശി ഓർത്തതും വാതിൽ തുറന്ന് ആദിത്യൻ അകത്തേക്ക് വന്നു. ആഹാ, നീ ഇതെപ്പോ വന്നു സൂരജെ? ആദിയെ കണ്ട് സൂരജ് എഴുന്നേറ്റ് വന്ന് ചിരിയോടെ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഞെക്കി കൊല്ലല്ലടാ എന്നെ. അതെങ്ങനെ, ഉരുട്ടിക്കയറ്റി വെച്ചേക്കുമല്ലേ? അതും പറഞ്ഞ് ആദി സൂരജിൻ്റെ വയറ്റിലേക്ക് മെല്ലെ ഇടിച്ചു. അവരുടെ സ്നേഹപ്രകടനം കണ്ട് ചിരിയോടെ നിൽക്കുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്ന് ആദി തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. എന്താ കല്യാണിക്കുട്ടിയെ, സൂരജ് മോനെ കണ്ടപ്പോൾ നമ്മളെയൊന്നും വേണ്ടാതായോ? കണ്ണുറുക്കി കുസൃതിയോടെയുള്ള അവൻ്റെ സംസാരം കേട്ട് ഒന്ന് പോടാ ചെക്ക, നിങ്ങൾ രണ്ടും ഈ മുത്തശ്ശിയുടെ പൊന്നല്ലേ എന്ന് പറഞ്ഞ് വാത്സല്യത്തോടെ ഇരുവരെയും നോക്കി. നിങ്ങൾ സംസാരിക്ക്, ഞാൻ ഊണ് കാലായെന്ന് നോക്കട്ടെ. മുത്തശ്ശി മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. ആദി സൂരജിനോടൊപ്പം ഏറെ നേരം സംസാരിച്ചിരുന്നു. ആദിയേക്കാൾ 3 വയസ്സ് ഇളപ്പമാണ് സൂരജ്. എന്നാലും അവർ തമ്മിൽ സുഹൃത്തുക്കളെ പോലെ എടാപോട ബന്ധമാണുള്ളത്. ഇടയ്ക്കും മുറയ്ക്കും ആദി സ്വല്പം സ്മാൾ അടിക്കാൻ കമ്പനി കൂട്ടുന്നതൊക്കെ സൂരജുമായിട്ടായിരുന്നു. കോളേജ് മ്യൂസിക് ക്ലബ് ഇനാഗുറേഷൻ നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. ആദ്യത്തെ 2 പീരീഡിന് ശേഷമേ അന്നത്തെ ക്ലാസ് ആരംഭിക്കുമായിരുന്നുള്ളൂ. ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന സൂരജ് ഒഴിഞ്ഞ ക്ലാസ് മുറി കണ്ടപ്പോഴാണ് ഇന്നത്തെ കാര്യങ്ങളെപ്പറ്റി ഓർമ്മ വന്നത്. ഓഡിറ്റോറിയത്തിലേക്ക് പോകാതെ ക്ലാസ്സിൽ തന്നെ അവൻ മൊബൈലും കുത്തിയിരുന്നു. അതേസമയം പ്രോഗ്രാമിൽ പങ്കെടുക്കാതെ കോളേജ് വരാന്തയിലൂടെ പോവുകയായിരുന്നു സീനിയർ പെൺകുട്ടികളുടെ ഒരു ഗ്യാങ്. അതിൽ പ്രധാനിയാണ് ഗംഗ സത്യനാഥ് എന്ന സ്ഥലം MLAയുടെ മകൾ. അതീവ സുന്ദരിയും അച്ഛൻ്റെ പദവിയിൽ അഹങ്കരിക്കുന്നവളും എല്ലാം തൻ്റെ കാൽക്കീഴിൽ ആണെന്ന വൃത്തികെട്ട ചിന്താഗതിയും കൂടെ പിറപ്പായവൾ. കോളേജിലെ ആൺകുട്ടികളുടെ സ്വപ്നസുന്ദരിയായ അവൾക്ക് മുന്നിൽ വാലാട്ടുന്നവരാണ് അവിടെയുള്ള വിദ്യാർത്ഥികളിൽ പലരും. തുറന്നു കിടക്കുന്ന ജനാലക്കരികിലൂടെ പോയപ്പോൾ ക്ലാസ് മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരിക്കുന്ന സൂരജിനെ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഏതായാലും ജൂനിയർ അല്ലേ, ഒന്ന് ചൊറിഞ്ഞിട്ട് പോകാം എന്ന ഗൂഢമായ ചിന്തയോടെ ഗംഗയും സംഘവും ക്ലാസ്സിലേക്ക് കയറി. സിമന്റ് തറയിൽ ഹീലുള്ള ചെരുപ്പ് പതിഞ്ഞുയരുന്ന ശബ്ദം കേട്ട് സൂരജ് ക്ലാസിൻ്റെ മുൻവശത്തേക്ക് നോക്കിയപ്പോൾ ഗംഗയും കൂട്ടരും അകത്തേക്ക് കയറി വരുന്നതവൻ കണ്ടു. അലസമായി നോക്കിക്കൊണ്ട് അവരെ തീരെ വകവയ്ക്കാതെ വീണ്ടും അവൻ മൊബൈലിലേക്ക് മുഖം പൂഴ്ത്തി. തങ്ങളെ കണ്ടിട്ടും വകവയ്ക്കാതെ ഇരിക്കുന്ന സൂരജിനെ നോക്കി ഗംഗ ദേഷ്യത്തോടെ അവന് നേരെ വിരൽ ഞൊടിച്ചുകൊണ്ട് ടേബിളിന് മുകളിലേക്ക് കയറി അഹങ്കാരത്തോടെ ഇരുന്നു. വിരൽ ഞൊടിച്ച ശബ്ദം കേട്ട് ദേഷ്യത്തോടെ തലയുയർത്തിയ സൂരജിനോട്, ചേട്ടായി ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് വന്നാട്ടെ. എന്താ ഇത്, സീനിയേഴ്സിനോട് തീരെ ബഹുമാനമില്ലെന്ന് തോന്നുന്നു. പരിഹാസത്തിൻ്റെ ചുവ കലർത്തി ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. അത് പറഞ്ഞതും ഗംഗയുടെ വാലുകളുടെയെല്ലാം ചുണ്ടിൽ പുച്ഛം കലർന്ന ചിരി പൊട്ടിവിടർന്നു. മുഴങ്ങുന്ന ശബ്ദത്തോടെ ഡെസ്ക് മുന്നിലേക്ക് നിരക്കി മാറ്റി അവൻ ചാടി എഴുന്നേറ്റു. 6 അടി പൊക്കത്തിൽ നെഞ്ചും വിരിച്ച് ശൗര്യത്തോടെ നിൽക്കുന്ന സൂരജിനെ കണ്ട് ഗംഗയുടെ കണ്ണുകൾ വിടർന്നു. ഉടനെ അവൻ നടന്നു വന്ന് അവൾക്കരികിലേക്ക് നിന്നു. പക്വതയും ഗൗരവവും നിറഞ്ഞ അവൻ്റെ മുഖവും രൂപവും അപ്പോഴാണ് ഗംഗയും ഗാങ്ങും വ്യക്തമായി കണ്ടത്. പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ ആണെങ്കിലും കണ്ടിട്ട് പ്രിൻസിപ്പളിനേക്കാൾ മൂപ്പുണ്ടല്ലോ ചേട്ടായി. എന്തു പറ്റി, ആകെ മൊത്തം ലേറ്റ് ആണല്ലോ. മിണ്ടാതെ നിന്ന് അവളുടെ ചോദ്യങ്ങൾക്കൊക്കെ പരിഹാസത്തോടെ നേരിടുന്ന അവൻ്റെ മുഖഭാവം അവളെ വീണ്ടും ചൊടിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താടോ, തനിക്ക് നാക്കില്ലേ? അവളുടെ ശബ്ദം ഉയർന്നപ്പോൾ അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. അരിശം മൂത്തവൾ ഡെസ്കിൽ നിന്നും ചാടിയിറങ്ങി. എന്നാലും ഇവളുടെ ധൈര്യം സമ്മതിക്കണമെന്ന ഭാവത്തോടെ ഗംഗയുടെ ഗാങ്ങിലൊരുത്തി സൂരജിൻ്റെ നിൽപ്പും എടുപ്പും കണ്ട് വെള്ളം ഇറക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം അവൻ നിന്നിടത്ത് നിന്നും ഗംഗയ്ക്ക് അഭിമുഖമായി അടുത്തേക്ക് ചേർന്നു നടന്നു വന്നു. ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള ദല്ലൊരു ഭയം അവളിൽ ഉണർന്നു. അവളുടെ കൂട്ടുകാരിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുകയാണ്. അടുത്തെങ്ങും വേറെ ആരുമില്ല. 3 ആളിൻ്റെ കരുത്തുള്ള ഇവനെ ചൊറിയാൻ വന്നത് അബദ്ധമായെന്നവർക്ക് തോന്നി. അവൻ അടുത്തേക്ക് വരും തോറും ഗംഗ പേടിയോടെ പിറകിലേക്ക് ചുവട് വെച്ചു. പിന്നിലെ ഭിത്തിയിൽ ഇടിച്ചു നിന്നതും അവളുടെ മുഖത്തിനരികിലേക്ക് അവൻ മുഖം അടുപ്പിച്ചു. അവളുടെ ശരീരം വിറച്ചു. ദേ, ഇത്രയുള്ളൂ നീ. ആണുങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം കേട്ടോടി.
അതും പറഞ്ഞ് മീശ പിരിച്ചുകൊണ്ടവൻ പിന്നിലേക്ക് മാറിയപ്പോൾ അവൾ ദേഷ്യം കൊണ്ടും അപമാനം കൊണ്ടും വിറയ്ക്കുകയായിരുന്നു. ഞാൻ വാ തുറന്നാൽ തീരുവടി നിന്റെയൊക്കെ ഇളക്കം. വീണ്ടും ഉയർന്ന അവൻ്റെ ചോദ്യത്തിനൊപ്പം എല്ലാവരിലേക്കും കണ്ണുകൾ പായിച്ചു. തിളച്ചുമറിഞ്ഞ ദേഷ്യവും അപമാനഭാരവും മൂലം ഗംഗയുടെ മനസ്സിൻ്റെ നിയന്ത്രണം കൈവിട്ടിരുന്നു. പെൺപുലിയെപ്പോലെ അവൾ ചേറി. കോപത്തോടെ താക്കീതെന്നോണം വീണ്ടും അവരെ നോക്കിക്കൊണ്ടവൻ ക്ലാസ്സിൽ നിന്നും അവൻ പുറത്തേക്കിറങ്ങാൻ തുടങ്ങും മുൻപേ മേശമേലിരുന്ന ഫ്ലവർ വേസ് എടുത്ത് ഗംഗ അവൻ്റെ കൈത്തണ്ടയിലേക്ക് ആഞ്ഞടിച്ചു. അപ്രതീക്ഷിതമായി ഏറ്റ പ്രഹരത്തെ പ്രതിരോധിക്കാൻ എന്നോണം അവൻ തൻ്റെ ഇടതു കൈ ഉയർത്തി ഊക്കോടെ അവളെ ദൂരേക്ക് തള്ളിയെറിഞ്ഞു. ശക്തിയോടെ ദൂരേക്ക് തെറിച്ചു വീണ അവൾ അടുത്തുള്ള ഭിത്തിയിലേക്ക് ശക്തിയോടെ തലയിടിച്ച് നിലത്തേക്ക് വീണു. ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു നിന്നു. പൊട്ടിച്ചിതറിയ ചില്ലുകൾ മാംസത്തിൽ ആഴ്ന്നിറങ്ങി വേദനയിൽ അവൻ മുഖം ചുളിച്ചുകൊണ്ട് തീ പാറുന്ന കണ്ണുകളോടെ ഗംഗയെ ശ്രദ്ധിക്കാതെ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. എല്ലാം കണ്ട് പേടിച്ച് വിറച്ച് ക്ലാസ് റൂമിന് മുന്നിൽ ഭീതി നിറഞ്ഞ മുഖവുമായി നിൽക്കുകയായിരുന്നു പല്ലവി. അവൻ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അല്പനേരം നിന്ന ശേഷം വേഗത്തിൽ ദൂരേക്ക് നടന്നകന്നു. ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് അവർ മുഖാമുഖം. കൈകളിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം കാണെ അവൻ്റെ കണ്ണുകളും ചുവന്നു തുടുത്തിരുന്നു. കരളിൽ കടാരമുന കൊണ്ട വേദന പോലെ പല്ലവിയിൽ പിടച്ചിൽ ഉയർന്നു. അവൻ്റെ വേദനകൾ ആദ്യമായി തൻ്റെ വേദനകൾ ആകുന്നതവൾ അറിഞ്ഞു. അടുത്ത നിമിഷം ക്ലാസ് മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടുകൊണ്ട് ഞെട്ടിത്തിരിഞ്ഞവൾ അകത്തേക്ക് പാഞ്ഞു കയറി. നെറ്റിപൊട്ടി രക്തം വാർന്ന നിലത്ത് ഭിത്തിയിൽ ചാരിയിരിക്കുന്നൊരു പെൺകുട്ടിയും അവൾക്ക് ചുറ്റും പരിഭ്രാന്തിയോടെ കൂടി നിൽക്കുന്ന അവളുടെ കൂട്ടുകാരികളെന്ന് തോന്നിപ്പിക്കുന്ന ചിലരും. എല്ലാം കണ്ട് നിശ്ചലമായി പകച്ചു നിൽക്കുകയായിരുന്നു പല്ലവി. എന്താണ് സംഭവിച്ചതെന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയ സൂരജിന് ഇതിലെന്താണ് പങ്കെന്നും മനസ്സിലാക്കാതെ അവൾ പകച്ചു നിന്നു. അവിടെ നടന്ന സംഭവങ്ങളുടെ പൂർണ്ണരൂപം പല്ലവി കണ്ടിരുന്നില്ല എന്നതായിരുന്നു സത്യം. ക്ലാസ്സിലേക്ക് കയറി വന്നതും കോപം ജ്വലിക്കുന്ന മുഖത്തോടെ ശക്തിയായി ഒരു പെൺകുട്ടിയെ തള്ളിമാറ്റുന്ന സൂരജിനെ മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ. കൂട്ടുകാരികളെല്ലാവരും കൂടി ഗംഗയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പതിയെ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി. അവനെ വെറുതെ വിടരുത്. നെറ്റിപ്പൊട്ടിയ അവസ്ഥയിലും ആ പെൺകുട്ടിയുടെ നാവിൽ നിന്നും ദേഷ്യത്തോടെ പുറത്തു വന്ന വാക്കുകൾ കേട്ട് സൂരജിന് ഈ പ്രശ്നത്തിൽ പങ്കുണ്ടെന്ന കാര്യം പല്ലവിക്ക് വ്യക്തമായി. എന്താടി നിന്റെ പേര്? ഭയന്ന് നിൽക്കുന്ന പല്ലവിയോട് ഗംഗയുടെ കൂട്ടുകാരികളിൽ ഒരാൾ തിരക്കി. പല്ലവി എന്ന് പറഞ്ഞതും അവൾ അമർത്തി മൂളി. അവൻ എന്തിനിങ്ങനെ ചെയ്യണം? ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കാൻ മാത്രം സൂരജ് കുഴപ്പക്കാരനായിരുന്നോ എന്നോർക്കെ അവളിൽ ആദ്യമായി അവനോട് വെറുപ്പുളവായി. നടന്ന സത്യങ്ങളുടെ പൂർണ്ണതയെ അറിയാതെ അവനെ തെറ്റിദ്ധരിച്ചതിന് അടുത്ത ദിവസം വരാനിരിക്കുന്ന പരിണിത ഫലങ്ങൾ പല്ലവി അറിഞ്ഞതുമില്ല. ആ പ്രശ്നത്തിന് ശേഷം പല്ലവിയുടെ മനസ്സ് അശാന്തമായിരുന്നു. ക്ലാസ്സിൽ മറ്റാരോടും കണ്ടതൊന്നും പറയാതെ അവൾ മൗനം പാലിച്ചു. ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിലോ മറ്റോ ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ അരങ്ങേറിയതുമില്ല. എന്നാൽ സൂരജിനെ അന്നേ ദിവസം പിന്നീട് ക്ലാസ്സിൽ കാണാഞ്ഞത് രാവിലെ നടന്ന കാര്യങ്ങളിൽ അവന് പങ്കുണ്ടാവും എന്ന സംശയം അവളിൽ ശക്തമാക്കി. അവൻ നിരപരാധി ആയിരുന്നെങ്കിൽ എന്തിനീ ഒളിച്ചോട്ടം? ചിലപ്പോൾ കൈക്കുണ്ടായ മുറിവ് കാരണമായിരിക്കുമോ? എന്തോ അതോർത്തപ്പോൾ അവൻ്റെ മുറിവേറ്റ് രക്തം വാർന്ന കൈത്തണ്ടിയും നെഞ്ചിൽ തറയ്ക്കുന്ന ആ നോട്ടവുമൊക്കെ പല്ലവിയുടെ മനസ്സിലേക്ക് പാഞ്ഞു വന്നു. എന്തെന്നില്ലാത്തൊരു നീറ്റൽ. അല്ല, അവന് വേണ്ടി ഞാൻ എന്തിന് ഭാരപ്പെടണം? ഒരു തവണ പോലും തന്നോട് സംസാരിക്കാത്ത, ഒരു നോട്ടം കൊണ്ടുപോലും തന്നെ പരിഗണിക്കാത്ത അവൻ തനിക്ക് ആരാ? തനിക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ചോദ്യങ്ങൾക്കുത്തരം തേടി തൻ്റെ മനസ്സ് ചെന്നെത്തിയത് പ്രണയമെന്ന 3 അക്ഷരത്തിലാണോ, ആകർഷണം എന്ന 5 അക്ഷരത്തിലാണോ എന്നവൾക്ക് ആ നിമിഷം വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കൈത്തണ്ടയിൽ നിന്നും ഇറ്റുവീഴുന്ന ചോരത്തുള്ളികളും ഷർട്ടിൽ പടർന്ന രക്തവും കണ്ട് യമുന ആദിയോടെ ലിവിംഗ് റൂമിൻ്റെ സോഫയിൽ കിടക്കുന്ന സൂരജിനടുത്തേക്ക് ഓടി വന്നു. സൂരജ്, സൂരജ്! അവളുടെ പേടി നിറഞ്ഞ ശബ്ദം കേട്ട് അവൻ മുഖത്തിന് കുറുകെ വെച്ച ഇടത് കൈ എടുത്തു മാറ്റി. മുറിവിലേക്കും മുഖത്തേക്കും മാറി മാറി നോക്കിയ അവൾക്ക് അവൻ്റെ കലങ്ങിയ കണ്ണുകളും ഭാവവും കണ്ടപ്പോൾ അവന് നല്ല വേദനയുണ്ടാവുമെന്ന് മനസ്സിലായി. അനുവാദം കാക്കാതെയും എന്ത് സംഭവിച്ചു എന്ന് പോലും ചോദിക്കാതെയും യമുന ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി വന്ന് അവൻ അടുത്തായി നിലത്തേക്കിരുന്ന് മുറിവ് വൃത്തിയാക്കി സൂക്ഷ്മതയോടെ ഡ്രസ്സ് ചെയ്തു. പാതി ഡോക്ടറായ യമുനയ്ക്ക് അതൊക്കെ നിസ്സാരമായിരുന്നു. എതിർക്കാതെ തനിക്ക് മുന്നിൽ നിശബ്ദനായി കണ്ണടച്ച് കിടക്കുന്ന സൂരജിനെ ഇടയ്ക്കിടയ്ക്ക് അവൾ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു.
കൈമുട്ടിന് താഴെ സാരമായ മുറിവല്ല എങ്കിലും രക്തം കൂടുതൽ വന്നിരുന്നു. എഴുന്നേറ്റുപോയി ഒരു പെയിൻ കില്ലറും വെള്ളവുമായി വന്ന് അവൾ സൂരജിന് നേരെ നീട്ടിയപ്പോൾ അവൻ മടിക്കാതെ വാങ്ങിക്കുടിച്ചു. ഗ്ലാസ് തിരികെ വാങ്ങി മിണ്ടാതെ അവനെ ഒന്ന് നോക്കിയിട്ട് പോകാനൊരുങ്ങിയ യമുന പിന്നിൽ നിന്നും താങ്ക്സ് എന്ന സൂരജിൻ്റെ സ്വരം കേട്ട് അന്തിച്ചു നിന്നു. ചെറുപ്പത്തിലെ തന്നെ മുതിർന്നവർ പറഞ്ഞു വെച്ചതായിരുന്നു സൂരജിൻ്റെയും യമുനയുടെയും വിവാഹം. അറിവ് വളർന്നു വന്നപ്പോൾ ഇരുവരുടെയും മനസ്സിൻ്റെ ദിശാബോധവും തീർത്തും വ്യത്യസ്തമായിരുന്നു. ആ തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാകാം അവർ പരസ്പരം സഹോദരങ്ങളെപ്പോലെ കുട്ടിക്കാലവും കൗമാരവും ചിലവഴിച്ചു. എന്നാൽ സൂരജിലേക്ക് മാത്രം കൈവശം വരുന്ന കോടികളുടെ സ്വത്തിൽ കണ്ണുവെച്ച യമുനയുടെ അച്ഛൻ രാജഗോപാൽ അവളിൽ പ്രണയമെന്ന വിഷം കുത്തിവെച്ച് സൂരജിനോടുള്ള അവളുടെ ഇഷ്ടത്തെ വളർത്തിയെടുത്തു. ആ ഇഷ്ടം അവന് തന്നോട് തിരികെയില്ല എന്നറിഞ്ഞ യമുനയ്ക്ക് വാശിയാവുകയും അവനോടുള്ള ആസക്തിയായും ഭ്രാന്തായും അത് മറിയുകയും ചെയ്തു. ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലെ സൂരജിനെ വേണമെന്ന് വാശി നാൾക്കുനാൾ അവളിൽ വളർന്നു. അവളെ ഇത്തരത്തിൽ ആക്കിയെടുത്തതിലെ പ്രധാന പങ്ക് അതിമോഹിയായ അവളുടെ അച്ഛൻ തന്നെയായിരുന്നു. അത് സൂരജിനും അറിയാം. പോകെ പോകെ ഇരുവരും പരസ്പരം പോരുകോഴികളെപ്പോലെയായി. സൂരജിൽ അവളോടുള്ള വെറുപ്പ് കുമിഞ്ഞുകൂടുമ്പോൾ അവനെ സ്വന്തമാക്കാൻ ഭ്രാന്തമായി പരിശ്രമിക്കുകയായിരുന്നു യമുന. അന്ന് നടന്ന കാര്യങ്ങളൊക്കെ തൻ്റെ അമ്മയുമായി പല്ലവി പങ്കുവച്ചു. അവരുടെ മനസ്സിൽ പേടി തട്ടിയെങ്കിലും നിനക്ക് അതുമായി ബന്ധമൊന്നുമില്ലെങ്കിൽ അത് മറന്നു കളഞ്ഞേക്ക് എന്നവർ ആ വിഷയത്തെ മനഃപൂർവ്വം നിസാരവൽക്കരിച്ചു. പല്ലവിയുടെ മനസ്സ് അപ്പോഴും സൂരജ് എന്ന പേരിനൊപ്പം ചുറ്റിക്കറങ്ങുകയായിരുന്നു. അടുത്ത ദിവസം ക്ലാസ്സിലെത്തി ആദ്യ പീരീഡ് തുടങ്ങിയിട്ടും എത്തിച്ചേരാത്ത സൂരജിനെ പറ്റിയായിരുന്നു പല്ലവിയുടെ ആലോചന മുഴുവൻ. ക്ലാസ്സിലേക്ക് പ്യൂൺ കയറി വന്ന് പല്ലവി പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് വരണം എന്നറിയിച്ചു. ഇനി ഇതെന്ത് പൊല്ലാപ്പ് എന്ന് സംശയിച്ചു കൊണ്ടവൾ ക്ലാസ്സിൽ നിന്നിറങ്ങി ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും അക്ഷരാർത്ഥത്തിൽ പല്ലവിയുടെ മുഖം മങ്ങി. പ്രിൻസിപ്പളിൻ്റെ മേശയ്ക്കു മുന്നിലുള്ള കസാരയിൽ തലയിൽ വെള്ള തുണിയായിലുള്ള വട്ടക്കെട്ടുമായിരിക്കുന്ന ഗംഗയും സമീപത്തായി അനുരാധ ടീച്ചറും. കുറച്ചപ്പുറത്തായി കൈകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടി യാതൊരു കൂസലുമില്ലാതെ തലയുയർത്തി ഗൗരവത്തോടെ നിൽക്കുന്ന സൂരജിലേക്ക് പല്ലവിയുടെ നോട്ടം പാറി വീണു. ഇന്നലെ നടന്ന പ്രശ്നങ്ങളെ വളച്ചൊടിച്ച് പ്രതികാരവാജ്ഞയോടെ സൂരജിനെതിരെ കുരുക്കുകൾ നീക്കുകയായിരുന്നു ഗംഗ. ഗംഗയുടെ അച്ഛൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ ഭിക്ഷയുടെ അച്ചുതണ്ടിൽ കറങ്ങുന്ന കസാരയിൽ ഇരുന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ മനോഹരൻ സാറും ഉണ്ടായിരുന്നു അവൾക്ക് ഒത്താശ ചെയ്യാൻ. ഇതിലൊന്നും പങ്കില്ല എങ്കിലും ക്ലാസ് അറ്റൻഡർ എന്ന നിലയിൽ മധ്യസ്ഥം വഹിക്കാൻ വന്നതാണ് അനുരാധ മാം. എല്ലാം മനസ്സിലായിട്ടും ഇതിലും വലിയ കളികൾ കണ്ടും കളിച്ചും വന്ന സൂരജിനെ ഇതൊന്നും ഏഷുന്ന കൂടിയില്ലായിരുന്നു. കാര്യങ്ങളുടെ ഏകദേശ കിടപ്പുവശം മനസ്സിലായിരുന്നു പല്ലവിക്ക്. എന്നാൽ ഇതിൽ തനിക്കുള്ള പങ്കെന്താണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. സൂരജിലേക്ക് ഒരു വേള നോട്ടമെറിഞ്ഞു. എങ്കിലും ജനാലയ്ക്ക് വെളിയിലൂടെ പുറത്തുള്ള ബാസ്കറ്റ് ബോൾ കോർട്ടിൽ പരിശീലനം നടത്തുന്ന കുട്ടികളെ നോക്കി ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണവൻ. പല്ലവിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണ് വിളിപ്പിച്ചത്. കണ്ട കാര്യം സത്യം പോലെ പറയണം. മനോഹരൻ സാറിൻ്റെ പരുക്കൻ ശബ്ദത്തിൽ ഗൗരവം കലർന്നൊരു പോലീസ് ഭീഷണിയുടെ സ്വരം നിഴലിച്ചിരുന്നു. സൂരജ് ഒഴികെ മറ്റെല്ലാവരുടെ കണ്ണുകൾ എന്താണെന്ന ഭാവേനെ നിൽക്കുന്ന പല്ലവിയിലേക്ക് കേന്ദ്രീകരിച്ചു. ഗംഗയെ സൂരജ് തള്ളിയിടുന്നത് താൻ കണ്ടിരുന്നോ? കൃത്യമായ മെനഞ്ഞ കുടിലത ബുദ്ധിയോടെ ആ ചോദ്യം പല്ലവിക്ക് നേരെ ഉയർന്നു. ആ നിമിഷം സൂരജിൻ്റെ കണ്ണുകൾ പല്ലവി എന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് വന്നു നിന്നു. അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത വികാരങ്ങൾ മാറി മറിഞ്ഞു. അത് ഞാൻ... അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. കണ്ട കാര്യം പറഞ്ഞോളൂ പല്ലവി. ശാന്തതയോടെ അനുരാധ മിസ്സും പ്രിൻസിപ്പളിൻ്റെ ചോദ്യത്തെ ആവർത്തിച്ചു. കണ്ടോ കേട്ടോ യാതൊരു പരിചയവുമില്ലാത്ത ഗംഗ എന്ന പെൺകുട്ടിയും ദിവസങ്ങളോളം ഒരു ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഇരിക്കുന്ന തന്നോട് ഒരു വാക്കുപോലും മിണ്ടി പരിചയമില്ലാത്ത സൂരജ് എന്ന വ്യക്തിയും പല്ലവിയുടെ മനസ്സിൽ ഒരു ത്രാസിൻ്റെ 2 തട്ടുകളായി തൂങ്ങിയാടി. ഞാൻ കണ്ടിരുന്നു സാർ. താൻ നേരിട്ട ചോദ്യത്തിന് കണ്ട സത്യമാണ് ഉത്തരമെന്ന് ആ ദുർബല നിമിഷത്തിൽ പല്ലവിക്ക് തോന്നിപ്പോയി. ഗംഗ വിജയച്ചിരിയോടെ സൂരജിനെ നോക്കി. എന്നാൽ പല്ലവിയുടെ വാക്കുകൾക്ക് മുന്നിൽ സൂരജിൻ്റെ മുഖം മങ്ങുന്നതും പതർച്ചയോടെ തൻ്റെ മുഖത്തേക്കും നോക്കുന്നതും കാണെ അവളുടെ ഉള്ളം പിടഞ്ഞു. ചെയ്തത് തെറ്റോ ശരിയോ എന്നുപോലും മനസ്സിലാകാതെ അവൾ ഉഴറി. പല്ലവിക്ക് പോകാം. പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ട് പല്ലവി ഒരിക്കൽ കൂടി സൂരജിനെ നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി.
ഒരു സീനിയർ ജൂനിയർ എന്ന രീതിയിൽ എന്തോ ചോദിച്ചത് ഇഷ്ടമാകാതെ വന്നപ്പോൾ പ്രകോപനങ്ങൾ ഏതുമില്ലാതെ ഗംഗയെ പൂർവ്വവൈരാഗ്യത്തിൻ്റെ പേരിൽ സൂരജ് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഗംഗ അവനിൽ ആരോപിക്കപ്പെട്ട കുറ്റം. എല്ലാം ചെയ്തിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചതിയിലൂടെ കുറ്റം മുഴുവൻ അവൻ്റെ തലയിൽ ചാർത്തിക്കൊടുത്ത് പകപോക്കുന്ന ഗംഗയുടെ നിലവാരമില്ലായ്മയെ പുച്ഛത്തോടെ സൂരജ് നോക്കി നിന്നു. താൻ ഒരാഴ്ച വീട്ടിലിരുന്ന് വിശ്രമിച്ചിട്ടൊക്കെ വന്നാൽ മതി. അല്ല, മാന്യമായി ഇവിടെ തുടരണമെങ്കിൽ ഒരു മാപ്പപേക്ഷ എഴുതി വെച്ചിട്ട് തനിക്ക് പോകാം. ആളും തരവും കണ്ടുവേണം ഒരാൾക്ക് നേരെ ഇനി കൈ ഉയർത്താൻ. താക്കീതിൻ്റെ ഭാവത്തിൽ പ്രിൻസിപ്പൽ സസ്പെൻഷൻ ലെറ്റർ അവന് നേരെ നീട്ടി. ഗംഗ സംതൃപ്തിയോടെ ചിരിച്ച് തൻ്റെ തലയിലെ മുറിവിലേക്ക് തഴുകി. പേരുകേട്ട ശ്രീകലത്ത് ഗ്രൂപ്പിൻ്റെ ഓണർ മാധവിൻ്റെ മകനാണ് സൂരജ് എന്ന് പ്രിൻസിപ്പൽ സാറിനോ മറ്റാർക്കോ അറിയില്ലല്ലോ. തനിക്കിനി ഒന്നും ന്യായീകരിക്കാനില്ലല്ലോ അല്ലേ?